الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق وقال النبي صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم وينظر أشأم منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمرة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടെ എല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൂമിയിലേക്ക് ഒരു താൽക്കാലികമായ ജീവിതം നയിച്ചതാണ്. ഇതൊരു പരീക്ഷണമാണ്. ആഖിറത്തിലേക്കുള്ള തയ്യാറെടുപ്പിനുള്ള ഒരു ജീവിതമാണ്. യഥാർത്ഥത്തിൽ ഇത് ജീവിതമല്ല, ഇതൊരു ഒരുക്കത്തിന് വേണ്ടി തന്ന സമയമാണ്. ജീവിതം യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം. ഖുർആൻ പറയില്ല, ആഖിറത്തിലേതാണ് ജീവിതം, ഇവരുടെ കളിയും തമാശയും വിനോദവുമാണ്. ഇത് പരീക്ഷണത്തിന് വേണ്ടി തന്നാണ്. ഇത് സത്യത്തിൽ ജീവിതമല്ല, ഇത് ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ളതാണ്. ആഖിറം അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ബൽ തുക്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു തആല പറയുന്നു, ബൽ തുക്തിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഭൗതിക ജീവിതത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും. ദുനിയാവ് അത് തീർന്നു പോകുന്നതാണ്. ദുനിയ ഫാനിയ, ദുനിയാവ് തീർന്നു പോകുന്നതാണ്. വൽ ആഖിറതു ബാഖിയ, ആഖിറം ബാക്കിയാവുന്നതാണ്. അതുകൊണ്ട് ബാക്കിയാവണ ആ ജീവിതത്തിലേക്ക് വിജയിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ്. ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള സ്ഥലമാണ്. ഈ സമയത്തെ ആര് പാഴാക്കി കളഞ്ഞോ അവർ വലിയ നഷ്ടവാളികളായിരിക്കും. കാലാകാല ജീവിതത്തിന്റെ നഷ്ടവാളിയെ തെരഞ്ഞെടുക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിലൂടെ, ആഖിറത്തിന്റെ ജീവിതത്തിലല്ല. ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ചത് അതിനനുസരിച്ചായിരിക്കും അയാളുടെ ആഖിറം ഉണ്ടാകുക. ഇന്നക്കും ലതമൂതുന്ന കമാ തുഹ്യൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ മരിക്കുക. ഇന്നക്കും ലതുബഅസുന്ന കമാ തമൂതുൻ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങളുടെ പുനർജീവിതം ഉണ്ടാവുക. നമ്മളിവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കും നമ്മൾ മരണം ഉണ്ടാവുക.
നമ്മൾ എങ്ങനെയാണോ മരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആഖിറത്തിലെ ജീവിതം. അപ്പൊ നമ്മൾ എത്ര സൂക്ഷിക്കണം, എത്ര ശ്രദ്ധിക്കണം. നമ്മളോട് അല്ലാഹു തആല വ്യക്തമായി തന്നെ പറയാൻ, ദുനിയാവിന്റെ ജീവിതത്തിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും ആഖിറാണ് കേട്ടോ. പക്ഷെ സംഭവം നിങ്ങൾ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. ഈഥാർ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ മറ്റൊന്നിന് പ്രാധാന്യം നൽകുന്നതിന്റെ പേരാണ്, സമമായി കാണുന്നതിന്റെ പേരല്ല. അതേ വാക്കാണ് അല്ലാഹു പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഭൗതിക ജീവിതത്തിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറം ഏറ്റവും ശ്രേഷ്ഠമായതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. എന്നും നിലനിൽക്കുന്നതാണ്, മരണമില്ലാത്ത ജീവിതമാണ്. അങ്ങനത്തെ ഒരു ജീവിതത്തിന് നമുക്ക് സങ്കല്പിക്കാനും കൂടി കഴിയില്ല. നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാവും, പക്ഷെ ആഖിറത്തിലെ ജീവിതത്തിന് അന്ത്യമില്ല, പിന്നെ മരണമില്ല. നരകവാസികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറയാണ്, നരകത്തില് ഒരു മരണമില്ല, വലായഹിയ, എന്നാലൊരു സ്വസ്ഥമായ ജീവിതവും ഇല്ല. മനുഷ്യന് ജീവിതം അസ്വസ്ഥമാകുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മരിച്ചാ മതിയനെ. ജീവിതം കൊണ്ട് മടുത്തു, ഇനി എങ്ങനെയെങ്കിൽ മരിച്ചാൽ മതി. അത് നരകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാം, അല്ലാഹു തആല പറയാണ് നടക്കൂല. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. നമ്മളെല്ലാം ഉള്ളിയാഴ്ച എല്ലാവരും കൂടുന്ന ദിവസമാണ്. ഗ്രാമങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ നിസ്കരിക്കുന്ന ആൾക്കാരെ പകലിൽ ഒരു ദിവസം കൂട്ടുകയാണ്, ജുമാ എന്ന് പറഞ്ഞിട്ട്. പകലിലെല്ലാം നിസ്കാരം പതുക്കെയാണ് ഓതുന്നത്. പക്ഷെ അന്നത്തെ ജുമാക്ക് ഉറക്കോതാൻ പറയാം, ആ ജുമായിൽ ഈ സൂറത്ത് ഓതാൻ പറയാം. ആ കാഴ്ചയിൽ ഇതൊരു പ്രാവശ്യം കേട്ടാൽ മതി ജീവിതം നന്നാക്കാൻ. ചില സ്ഥലമൊക്കെ ആളുകൾക്ക് ഫാത്തിഹയും മറ്റൊക്കെ ഓതാൻ വേണ്ടിയിട്ട് പതുക്കെ ഓതും കുറച്ച്, എന്നാലും ഇവിടെ എത്തുമ്പോൾ ഉറക്കം തുടങ്ങും. അത് കേട്ട് നമ്മൾ എത്രയോ കാലം കേൾക്കുന്നുണ്ട്, എന്താ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലായിട്ടാണ്. സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ച ആള്, തസ്കിയത്ത് കിട്ടിയ ആള്, അയാൾ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, ജയിക്കുന്നല്ല. ആത്മശുദ്ധി വരുത്തിയ ആള്, സംസ്കരണം കിട്ടിയ ആള്, നിത്യസാഹസങ്ങളും സുന്നത്തും അല്ലാഹുവിന്റെ കൽപ്പനകളും അനുസരിച്ച് ശരീരത്തിനെ വഴക്കിയെടുത്ത ആള്, ഹറാമ് കാണുമ്പോൾ കണ്ണിനെ മാറ്റാൻ, ഹറാമ് കേൾക്കുമ്പോൾ ചെവിയെ മാറ്റാൻ, ഹറാമിലേക്ക് നടക്കാതെ കാലിനെ സൂക്ഷിക്കാനൊക്കെ തസ്കിയത്ത് കിട്ടിയ മനുഷ്യർ, അവർ അവർ വിജയിച്ചിരിക്കുന്നു. പൈസ ഉള്ള ആളെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല പറഞ്ഞത്, ഇത് കിട്ടിയാൽ അവർ വിജയിച്ചു. നഫ്സിന്റെ തസ്കിയത്തിന്റെ പിന്നിൽ മനുഷ്യന് വലിയ അധ്വാനമുണ്ട്. കാരണം നഫ്സ് എപ്പോഴും മനുഷ്യനെ വഴികളിലേക്ക് വിളിക്കും. നഫ്സ് മനുഷ്യനെ വഴികളിലേക്ക് വിളിക്കും. ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കമ്പോളത്തിൽ കിണറ്റിന്ന് രക്ഷപ്പെടുത്തി കച്ചവട സംഘം കച്ചവട സംഘം വന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഹിസ്മത്തിന്റെ ആൾക്കാർ രണ്ടാൾ പോയി. അവര് പോയി വെള്ളം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ തൊട്ടി താഴ്ന്ന കണ്ടപ്പോ യൂസുഫ് അലൈഹി സ്വലാം അതിൽ കയറിയിരുന്നു. അവര് വലിച്ചു പൊക്കിയപ്പോ കാണുന്നത് കുട്ടീനാണ്. ഒരു കുട്ടിയാണ്, സന്തോഷമേ എന്നവര് പറയാൻ തുടങ്ങി. അവരവരെ കച്ചവട ചരക്കിന്റെ കൂട്ടത്തിൽ ഒളിപ്പിച്ചു. അവർ വേഗം എടുത്ത് പോയി. അവർ ചെറിയ വിലക്ക് കൊണ്ടിട്ട് മാർക്കറ്റിൽ വിറ്റു കളഞ്ഞു. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا. വാങ്ങിക്കൊണ്ട അയാള് അസീസ്, അദ്ദേഹം ഭാര്യനോട് പറഞ്ഞു, ഈ കുട്ടിനെ നമുക്ക് പോറ്റാം, നമുക്ക് മോനായിട്ട് കൊണ്ടടക്കാം. അക്രിമി മത്വ അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ, നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. കൊട്ടാരത്തിൽ വളരാൻ വളർന്ന് അവിടെ എത്തി. കൊട്ടാരത്തിലെ അവരെ കൂട്ടത്തിലുള്ള അവരെ കുടുംബം പോലെ കൊണ്ടടക്കുന്ന
ആ സ്ത്രീക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താല്പര്യം തോന്നുകയും അവർ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്തു. വാതിലുകളെല്ലാം കൊട്ടിയടച്ചിട്ട് ഹൈത്തലക് വാ, എന്റെ ഇംഗിതം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു ഖാല മഅദല്ലാഹ്, ഖാല മഅദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. എവിടുന്ന ഭരണങ്ങൾ ആലോചിക്കും. തിന്മയുടെ എല്ലാ മാഹോലും റെഡിയായി, വാതിലുകൾ വരെ കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പോഴും യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു ഖാല മഅദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ. അങ്ങനെ രക്ഷപ്പെട്ടു. ഓടി വാതിലിന്റെ അടുത്തേക്ക്, വാതിലുകൾ തുറന്നു. കുറ്റിട്ട വാതിലുകൾ തുറക്കാൻ സെൻസർ സിസ്റ്റം നാളെ നമുക്കറിയാം. നമ്മൾ വരുമ്പത്തിന് വാതിൽ തുറന്നു തരും, അനുസരണമുള്ള വാതിലുകൾ. പക്ഷെ അവിടെ കുറ്റിട്ട വാതിൽ വകല്ലക്കത്തില്ല പോവാം. അള്ളാഹു പറയാണ് വാതിലുകളൊക്കെ കുറ്റിട്ടിട്ടുണ്ട്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈമാനിനെ സംരക്ഷിക്കാൻ തിന്മകളിൽ നിന്ന് ഓടി വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ വാതിൽ തുറന്നു. കുറ്റിട്ടതല്ലേ എന്ന് വിചാരിച്ച് നിന്നിട്ടില്ല. ഒരു മനുഷ്യന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് എത്രത്തോളം സാധിക്കും അത്രത്തോളം പണി അയാൾ ചെയ്യണം. എത്രത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിലടക്കപ്പെട്ട മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം കുളിച്ച് കുപ്പായൊക്കെ മാറിയിട്ട് ജുബ്ബൊക്കെ ഇട്ട് തലകെട്ടൊക്കെ കെട്ടി തടവറയുടെ ഗേറ്റ് വരെ വരും. ആളുകൾ ചോദിക്കും, തടവറ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ എവിടെ പോകാനാണ്, പുതിയ തുണിപ്പായും തലകെട്ടൊക്കെ കെട്ടിയിട്ട് എന്താ കാര്യം, പോകാൻ പറ്റൂലല്ലോ. അപ്പം അദ്ദേഹം പറയും, ഞാൻ നാളെ അള്ളാനോട് എനിക്ക് ഗേറ്റ് വരെ ഞാൻ വന്നിരുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയണം. മെഹനത്ത് എന്ന് പറഞ്ഞ ഇതാണ്. എത്ര അവനോട് കഴിയുമോ അത്രയും അവൻ പരിശ്രമിക്കുക. ബാക്കി വഴികൾ തുറക്കണ്ടേ അള്ളാഹുവാണ്. അവർക്ക് അള്ളാഹിനോട് എഴുതും പറയാം. അവിടെ നിന്ന് പഠിച്ചവനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വാതിൽ വരെ പോയി, അവിടെ നിന്ന് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. യൂസുഫ് അലൈഹി സ്വലാം ഓടി, അള്ളാഹു തആല തുറന്നു കൊടുത്തു, രക്ഷപ്പെടുത്തി. ആ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടു. ഒരു മനുഷ്യൻ ജയിലിൽ പോകാൻ എത്ര അവസ്ഥ നിങ്ങൾ ആലോചിക്കും. അഭിമാനമുള്ള ഒരാൾ, അതും ഈ ഒരു വൃത്തികേടിന്റെ പേരിൽ, അതും ചെയ്യാത്തതിന്റെ പേരിൽ എത്ര മാനസിക അസ്വസ്ഥ ഉണ്ടാവും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൂറത്ത് യൂസുഫ് നമ്മൾ ഒറ്റയടിക്ക് ഇറങ്ങിയ സൂറത്താണ് സൂറത്ത് യൂസുഫ്. ഫുൾ ഒരുപാട് സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്ത് ഇബ്രാഹിം ഉണ്ട്, സൂറത്ത് മുഹമ്മദ് ഉണ്ട്, സൂറത്ത് നോഹ് ഉണ്ട്, സൂറത്ത് യൂനുസ് ഉണ്ട്. ഇതേപോലെ നബിമാരുടെ പേരിൽ ഒരുപാട് സൂറത്തുകൾ. പക്ഷെ സൂറത്ത് യൂസുഫ് പോലെ വേറെ സൂറത്ത് ഉണ്ടാവില്ല. കാരണം ആ സൂറത്ത് യൂസുഫിൽ ഫുള്ള് ആരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. ബാക്കി സൂറത്തുകളിലൊക്കെ പല സംഭവങ്ങളും പറയുന്നുണ്ടാവും. ഇതിൽ കാര്യമായി പ്രതിപാദിക്കുന്ന യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സംഭവമാണ്. നിനക്കൊരു നല്ല കഥ, ആരെ പറഞ്ഞ നല്ല ചരിത്രം, നല്ല കഥ അള്ളാഹു പറയാൻ, അങ്ങക്കൊരു നല്ല കഥ. സൂറത്ത് യൂസുഫ് അത്രത്തോളം പാടുണ്ട്, അത്രത്തോളം പാടുണ്ട്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിന് പതറാതെ നിൽക്കാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഈ സൂറത്ത് ഓർമ്മ വരും. കാരണം വീട്ടിൽ നിന്ന് ഒരു കുറ്റം ചെയ്യാതെ പുറത്താക്കപ്പെട്ടവർ, സ്വന്തം സഹോദരങ്ങളല്ല. നമ്മളൊക്കെ പറയലേ വേറെ ആരും ചെയ്താൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു, പിന്നെ നമ്മളാൾ ചെയ്ത് എന്റെ സഹോദരന്മാർ ചെയ്തെന്ന, അതിനാണ് ഖുർആനിൽ തന്നെ പറഞ്ഞിരുന്നത്. ഒരു സ്ഥലത്ത് പോലും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മോചനം ഉണ്ടാവുന്നത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പോലും സഹോദരന്മാരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, സഹോദരന്മാരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നിരാശന്റെ വാക്ക് പറഞ്ഞിട്ടില്ല, പടച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. യൂസുഫ് അലൈഹി സ്വലാം ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെ പോവാണ്. ചെറിയ കുട്ടിയാണ്. ജയിലിലെത്തിയപ്പോൾ ആൾക്കാരെ വന്നു സ്വപ്ന വ്യാഖ്യാനമൊക്കെ ചോദിച്ചപ്പോഴും അള്ളാഹുവിനെ പറ്റി പറയാനാണ് യൂസുഫ് അലൈഹി സ്വലാം സമയം കണ്ടെത്തിയത്.
സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച ആൾക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചു, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹു വാഹിദുൽ ഖഹാർ. കുറേ റബ്ബുകളാണോ അതോ ഏകനായ അടക്കി ഭരിക്കണ ഒരല്ലാഹുവാണോ നല്ലത് എന്നൊക്കെ അവരെ ചോദിച്ചാൽ അവർക്ക് ദാവത്ത് കൊടുക്കാൻ. അള്ളാഹുവിനെ വിടില്ല. പ്രതിസന്ധി വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹിനെ വിടില്ല. നമ്മളൊക്കെ അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആദ്യം ഒഴിവാക്കാൻ ആരാണ്? കാരണം നമ്മുടെ മുന്നിൽ കുറെ മാദിയായ വസ്തുക്കളുണ്ട്, അസ്ബാബുകളുണ്ട്, കുറെ വസ്തുക്കളുണ്ട്. അതിനെ കൂട്ടിഘടിപ്പിച്ചാൽ, അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെൽഡ് ചെയ്താൽ നമ്മളെ പ്രശ്നം തീരുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. നമ്മളൊക്കെ വേഗം പറയും, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു, ഞാൻ 2 ജില്ല പോയി, ഞാൻ 4 മാസം പോയി, എന്നിട്ട് നമുക്ക് തന്നെയാണ് പ്രശ്നം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ? പിന്നെ തെറ്റൊക്കെ ചെയ്തത് ആരാ പോയി ഓർമ്മ ആൾക്കാരോടും ചോദിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിച്ചാൽ പിന്നെ അതിന്റെ ബാക്കി എന്താണ് അതിന്റെ അർത്ഥം? പോയി പറയും. ബാക്കി തെറ്റ് ചെയ്യുന്ന ആൾ അള്ളാഹു ആണെന്നാണ് ഇപ്പൊ നമ്മളെ കാഴ്ചപ്പാട്. ഞാനും തെറ്റ് ചെയ്തിട്ടാണ്. നമ്മളെന്ത് തെറ്റാ ചെയ്യാത്തതെന്ന് ഒറ്റക്ക് ആലോചിക്കണം. നമ്മളെ എങ്ങനെ വ്യഭിചാരാണ് തെറ്റ്, മദ്യപിക്കലാണ് തെറ്റ്, നമ്മളെ ലിസ്റ്റിൽ കുറച്ച് തെറ്റുകളുണ്ട്. അതല്ലാത്തതൊന്നും തെറ്റല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, തന്ന നിയമത്തിനോട് നന്ദികേട് കാണിക്കലാണ് ഏറ്റവും വലിയ കുറ്റം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ. നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ആര് പറയാണ്? അള്ളാഹു പറയാണ്. അവിടെ നമുക്കിങ്ങനെ പലപ്പോഴും തോന്നും, ഞാൻ 4 മാസം പോയി, അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തായിരിക്കും നമുക്ക് വൈദ്യുത അതിന്റെ പേരിലൊന്നല്ല. ഇത് ഓരോ മനുഷ്യനെ അള്ളാഹു ഓരോ സ്ഥലത്തേക്ക് കൊണ്ടാകും. യൂസുഫ് അലൈഹി സ്വലാം എന്തായിട്ടാ ചെയ്തത്? യൂസുഫ് അലൈഹി സ്വലാം ആരാ നിങ്ങൾക്കറിയാം? അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് അലൈഹി സ്വലാമാണ്, നബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് അലൈഹി സ്വലാം നബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാം നബിയാണ്. നിങ്ങൾ ആലോചിക്കും, പാപ്പ നബി, വെല്ലിപ്പ നബി, വെല്ലിപ്പ നബി, ഇങ്ങനെയുള്ള പരിശുദ്ധ ഖാൻദാനിൽ ജനിച്ച ആളാണ് യൂസുഫ് അലൈഹി സ്വലാം. അല്ലാഹു തആല യൂസുഫ് അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തതാണ്, ഈ ഉമ്മത്തിന് പറഞ്ഞതാണ്. ഒരുപാട് നിങ്ങൾ ചിന്തിക്കാത്ത പ്രശ്നങ്ങൾ ജീവിതങ്ങളിലേക്ക് വരും. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു, കൊട്ടാരത്തിലെത്തി, എല്ലാ സംവിധാനങ്ങളുമായി. പറഞ്ഞതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആള് യൂസുഫ് അലൈഹി സ്വലാമാണ്. രാജാവ് പുള്ളി ഏൽപ്പിച്ചതാണ്. അന്ന് കണ്ട സ്വപ്നത്തിന് പകരം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളി. 7 വർഷം അതിശക്തമായ സമ്പൽ സമൃദ്ധമായ അവസ്ഥ ഉണ്ടാവും, അതിനുശേഷം ശക്തമായ ദാരിദ്ര്യം ഉണ്ടാവും. അതുകൊണ്ട് നല്ല വിളവുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ധാന്യങ്ങളെ സ്വരൂപിക്കും. എന്നിട്ട് കഷ്ടപ്പാടിന്റെ 7 കൊല്ലം വരാനുണ്ട്, അതിൽ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും. ആ സിസ്റ്റം പറഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പുള്ളി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം കൃഷി ചെയ്തു, അദ്ദേഹം ആളുകൾ ധാന്യങ്ങൾ സ്വരൂപിച്ചു. അങ്ങനെ പട്ടിണി തുടങ്ങി, നാടിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അവർക്കൊക്കെ റേഷൻ സംവിധാനം ഏർപ്പെടുത്തി ഒരാൾക്ക് ഇത്ര എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കൊടുത്തയച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരും വന്നു. കണ്ട മാത്രമേ യൂസുഫ് അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, ഇതിന്റെ കാക്കാരാണ്, എന്റെ സഹോദരങ്ങളാണെന്ന്. അവർക്കും കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെ എല്ലാവരും എന്ത് ചെയ്യണം, തമ്പ് വെക്കണം, എന്നാലേ പാസ്സാവുള്ളൂ ഫുള്ള് എന്ന് പറഞ്ഞു. അനുജനും കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അനുജനെ കൊണ്ടുവന്നു. അനുജൻ അവിടെ നിർത്താനുള്ള സംവിധാനം ചെയ്തു, അവിടെ നിർത്തി. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ് വഅഖി. യൂസുഫിനോടും യൂസുഫിന്റെ സഹോദരനോടും ചെയ്തത് നിങ്ങൾക്ക് അറിയോ എന്നായി. ഇങ്ങനെ ഉണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം അവര് മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ഒരാള് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ് വഅഖി. യൂസുഫിനോട് യൂസുഫിന്റെ സഹോദരനോട് ചെയ്ത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചാൽ എന്തേക്കും അവസ്ഥ ഉണ്ടാവുക? അവർ ചോദിച്ചു, അinnaka അന്ത യൂസുഫ്, നീ യൂസുഫ് പോകണോ? കാരണം അവർക്ക് അവരാലോചിച്ച് നോക്കുമ്പോൾ അന്ന് മരിച്ചയാളല്ലേ. അinnaka അന്ത യൂസുഫ്, നീ യൂസുഫ് ആണോ? യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അന യൂസുഫ് വഹാദാ, ഞാൻ യൂസുഫാണ്, എന്റെ സഹോദരൻ. അവരവസ്ഥ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ. വല്ലാതെ അടങ്ങാറാക്കാനോ ബുദ്ധിമുട്ടാക്കാനോ ഒന്നുമില്ല.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളോട് ഒരു നിലയിലുള്ള പ്രതികാര നടപടികളുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹനെ പരിചയപ്പെടുത്തി കൊടുത്തു. പറയണമെങ്കിൽ എത്ര അവസ്ഥ ഉണ്ടാവും. ഈ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവത്തിന് ശേഷം പറയാണ്, അത് പറയാണ് ഇത്ര പറഞ്ഞത്, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. തറക്കാൻ കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ. ഞാൻ എൻ്റെ നഫ്സിനെ ഒഴിവാക്കുന്നില്ല, ഞാൻ എന്തോ നല്ല ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ, മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യന്റെ നഫ്സ് അവനെ തിന്മകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് തിന്മ ചെയ്യാനുള്ള സകല സാഹചര്യം ഉണ്ടായിട്ടും ഖാല മഅദല്ലാഹ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ആ യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, വമാ ഉബരിഉ നഫ്സി, ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്നും ഞങ്ങളോട് പറയില്ല. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ. നഫ്സ് എപ്പോഴും തിന്മയിലേക്ക് വലിച്ചു. അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനൊക്കെ രക്ഷപ്പെട്ടിട്ടും ഞാനെന്തോ സംഭവമായി എന്ന് പറയില്ല. കാരണം എവിടെ ഇട്ടിട്ടാ ലോക്കാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ നിരന്തരമായ അധ്വാനം അവന്റെ നഫ്സിന്റെ ഇച്ഛകളിൽ നിന്ന് ആ ശരീരത്തിന് രക്ഷപ്പെടുത്തലാണ്. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഇന്നൽ ജന്നത ഹിയൽ മഅ്വ. പടച്ചവനൊപ്പം പോയി നിൽക്കണം എന്നുള്ള ഭയം ഉണ്ടാകുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സാധനം അതാണ്. അള്ളാഹിന്റെ മുമ്പ് പോയി നിൽക്കണമല്ലോ എന്നുള്ളൊരു ഭയം. നിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? വ്യക്തമായ വിചാരണ നടക്കുമ്പം രക്ഷപ്പെട്ടു പോകണം എന്നർത്ഥം. എല്ലാത്തിനും കണക്ക് പറയേണ്ട ഒരു ദിവസം ഉണ്ടല്ലോ, യൗമുൽ ഹിസാബ്. പടച്ചവനൊപ്പം പോയി നിൽക്കണമെന്ന് ഭൂമിയിൽ ബോധമുണ്ടായാൽ ഒരുവിധം തിന്മയൊക്കെ മനുഷ്യൻ രക്ഷപ്പെടും. എന്നിട്ടും നഫ്സനെ വലിക്കുകയാണെങ്കിൽ നഫ്സിന്റെ ഇച്ഛയെന്ന് കൊണ്ട് രക്ഷപ്പെടണം. ഈ രണ്ട് പണി നടന്നാൽ പിന്നെ ബേജാറേ ഇല്ല. അവൻ നേരെ ചെല്ലാനുള്ള സ്വർഗ്ഗത്തിൽ. ഇതൊരു ചെറിയ പണിയല്ല. നഫ്സിന്റെ വികാരങ്ങളിൽ നിന്നും അതിന്റെ ഇച്ഛകളിൽ നിന്നൊക്കെ അതിനെ മാറ്റിയെടുത്ത് കൊണ്ട് നടക്കുന്നത്. ഇതിനാണ് ഒരു നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. ഇതിനാണ് നബി സാധനങ്ങൾ കുറച്ച് ഹദീസും ആയത്തും ഓതി പോവല്ല ചെയ്തത്. ഈ സഹാബാക്കളെ കൂട്ടത്തിൽ കൊണ്ട് നടന്നു, വിടാതെ കൊണ്ടുനടന്നു. സ്വഹബ, സഹവാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. എവിടെങ്കിലും ചെറിയ പ്രശ്നം കാണുമ്പോൾ അപ്പോഴും നബിതങ്ങൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സഹാബാക്കൾ അങ്ങനെ കണ്ണിന്റെ മട്ടത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കണം. അതുകൊണ്ടാണ് ലോകത്ത് തുല്യതയില്ലാത്തവരായി സഹാബാക്കളായി മാറിയത്. അത്ര നല്ല അഖ്ലാഖുള്ളവർ. ഇവർ മുമ്പേ അഖ്ലാഖുള്ള കുറെ ആൾക്കാരൊന്നല്ല. ഇവരിൽ തിന്മകളും നഫ്സിന്റെ ഇച്ഛകളൊക്കെ അതിക്രമിച്ച് വലിയ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു നാട് മൊത്തം തിന്മന്റെ വാസനയിൽ ഉണ്ടായിരുന്നപ്പോ, മദ്യപാനത്തിലും വേണ്ടാത്തരത്തിലും കഴിഞ്ഞുകൂടിയപ്പോ അവരിൽ നിന്ന് പെറുക്കിയെടുത്ത ആൾക്കാർ അവരെ നിബന്ധനകൾ കൊണ്ട് നടന്ന് കഴുകി വൃത്തിയാക്കി ലോകത്തിന് തന്നു. സഹാബാക്കളുടെ കൂടെ കുറച്ച് പ്രശ്നം വന്നാൽ അപ്പം തങ്ങൾ പറയും. ഒരു സഹാബി നോർമൽ സാധനമാണ്. യുദ്ധം കഴിഞ്ഞ് ഖനീമത്ത്, അപ്പൊ യുദ്ധത്തിന് പങ്കെടുക്കണം. നമ്മളൊരു യുദ്ധത്തിന് പങ്കെടുക്കാൻ നേരത്തെ ചില്ലക്ക് പോകാന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലല്ല, സഹാബാക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചില്ല പോണേ നമുക്കറിയാം അതിന്റെ കഥ എന്താണ്. കുട്ടികൾ കണ്ണുകൊക്കെ നമ്മൾ ആകർഷണമാവും. ഭാര്യ ഒന്നും ഇങ്ങനെ പറഞ്ഞാൽ നമ്മളാകെ ടെൻഷനാവും. അവർ പോണത് ഈ കുട്ടീനെ ഞാൻ കാണുമെന്ന് അറിയില്ല, ഭാര്യനെ കാണുമെന്ന് അറിയില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോവാണ്. അങ്ങനെ പോകുന്ന സഹാബ അങ്ങനെ ഗനീമത്ത് കിട്ടും. അത് അവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടന്നു. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ആർക്കും കിട്ടാത്ത ലാഭം ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്നു. സന്തോഷം. അപ്പോൾ നബി സാഹസങ്ങൾ അടുക്കൽ വന്നിട്ട് തന്നെയാണ് സന്തോഷം പങ്കിട്ടത്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും കിട്ടാത്ത ലാഭം എനിക്ക് കിട്ടി. നബി സാഹസങ്ങൾ ആ സഹാബിന്റെ സന്തോഷം അവസ്ഥ കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് എന്ത് ലാഭം കിട്ടി? തലാത്തമീയ തൂക്കിയ, എനിക്ക് 300 രൂപ ലാഭം കിട്ടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാൾ ലാഭകരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? സഹാബി പറഞ്ഞു, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ. ഇതാണ് ആ തസ്കിയത്ത്. ഇതാണ് ആ തസ്കിയത്ത്. ആ സഹാബിക്ക് മാത്രമുള്ളതല്ല, ഇന്നവരുടെ എനിക്കും നോക്കൊക്കെ ഉള്ളതാണ്. കുറച്ച് പൈസ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടായി. നിമിതങ്ങൾ ശാസ്ത്രം പറയും, ഇതിനേക്കാളും വലിയ സന്തോഷമാണ് 2 റക്അത്ത് നിസ്കരിക്കൽ ആഖിറത്തിൽ. ഈ തസ്കിയത്ത് അവരുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സഹാബാക്കൾ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരായി, അവരത്ര ഗുണങ്ങളുള്ള ആൾക്കാരായി. അതുകൊണ്ട് തസ്കിയത്ത് ഏറ്റവും വലിയ ആവശ്യമുള്ളതാണ്. നഫ്സിനെ തസ്കിയത്ത് ചെയ്യുക, മറ്റുള്ളവരെ നന്നാക്കുക എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. സത്യത്തിൽ നമ്മൾ നന്നാവുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ നന്നായപ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ നല്ല ആളാണെങ്കിൽ സ്വാഭാവികം എൻ്റെ വീട്ടിലുള്ളവർ നന്നാവും, എൻ്റെ വീട്ടിലുള്ളവർ നന്നാവും. ഇനി നന്നായില്ല എന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്കിഞ്ഞും നന്നാവാനുണ്ട്. എൻ്റെ തെർബിയത്തിന്റെ വഴിയാണിത്. പല തെർബിയത്തും നടക്കും. അല്ലാഹു ആരോ കൊണ്ടാണ് ആർക്കൊക്കെ തെർബിയത്ത് നൽകാന്ന് ആർക്കും അറിയില്ല. ചിലർക്ക് ഭാര്യമാരെ കൊണ്ട് തെർബിയത്ത് കൊടുക്കും, ചിലപ്പോൾ മക്കളെ കൊണ്ട് തെർബിയത്ത് കൊടുക്കും, ചിലപ്പോൾ വാപ്പനെ കൊണ്ട് മക്കൾക്ക് തെർബിയത്ത് ഉണ്ടാവും. അതൊക്കെ അങ്ങനെ മാറി മാറിണ്ടാവും. കാലഘട്ടങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് തെർബിയത്തിന്റെ ലൈനും മാറും. നമ്മൾ സുബൈർ മൗലാന, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ സ്വർഗ്ഗത്തെ പാക്കമാറും, ഞങ്ങൾ സാലിലുണ്ടായിരിക്കുമ്പോൾ ഉലമാക്കൊക്കെ ഒരു നസീഹത്ത് ചെയ്യാൻ വേണ്ടി മൗലാന്റെ സമയം തീരുമാനിച്ചു. മഗ്‌രിബിന് ശേഷം ഞങ്ങൾ മൗലാന്റെ റൂമിൽ പോയിരുന്നു. മൗലാന ഇങ്ങനെ നല്ല തമാശയോട് കൂടിയാണ് ഈ സംസാരിക്കുക. അപ്പം ഇങ്ങനെ വർത്തമാനം പറഞ്ഞതിന് കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ മേവാത്ത് ലോവും ലേക്ക് ചെല്ലാന്ന് ചോദിച്ചു, മേവാത്തിയിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അറബ് ലോഗോं के साथ लेकर चला नहीं, അപ്പോൾ അങ്ങനെ और उनको भी लेके चलना है, पहले मेवात लोगों को लेकर चलना है എന്നൊക്കെ പറഞ്ഞു. മേവാത്തിൽ കൊണ്ടുപോയി റെഡി ആയിട്ട് പോകണം. ആരെ കൊണ്ടുപോകാൻ? അറബുകളെ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് മൗലാന പറഞ്ഞു. അപ്പം ഇങ്ങനെ അമീറാവാൻ എല്ലാവരും മടി കാണിക്കുന്ന സമയമാണ്. മൗലാന പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ അമീറായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അതിന്, കുറച്ച് ആൾക്കാരായിട്ടില്ല. അങ്ങനെ അങ്ങനെ മൗലാന പറഞ്ഞു, ഏക് ജമാന താ ഉസ് ജമാനെ മേ അമീറുൻ സെ സാത്തിയും കോ തർബിയത്ത് ഹോ രഹാ താ. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് അമീറന്മാരോട് സാത്തികൾക്ക് എന്തുണ്ടായിരുന്നു? തർബിയത്തും തസ്കിയത്തൊക്കെ കിട്ടിയിരുന്നു. ആജ് കൽ കാ ജമാന സാത്തിയും സെ അമീറുൻ കോ തർബിയത്ത് ഹോ രഹാ ഹൈ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാത്തികളോട് ആരും തർബിയത്തിട്ടു, അമീറന്മാർക്ക് തെർബിയത്തിട്ട് അവിടെ എല്ലാവരും അമീറാവണമെന്നാണ്. എന്ന് വെച്ചാൽ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ ആ തെർബിയത്തിന്റെ കോലം മാറും. ഇന്ന് മക്കളെ കൊണ്ട് വാപ്പാർക്ക് തെർബിയത്തിന്റെ കാലഘട്ടം അത്രയും ടെൻഷനോ ബേജാറാവലോ പ്രശ്നമോ ഇല്ല ആർക്ക്? മൂമിന്. ഇതിന്റെ എന്തോ പ്രശ്നമാണ്, അതൊന്ന് ശരിയാക്കാനുള്ള എന്താണ് സത്യമാണ്. യൂസുഫ് അലൈഹി സ്വലാം അത്രയും ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തോ ഒരു സംഗതിക്ക് കൊണ്ടുപോകാണ്, അതുവരെ ക്ഷമിക്കുക എന്നുള്ളത് എന്റെ പണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്താൽ നിന്നെ അവിടുന്ന് മദീനയിൽ നിന്ന് പുറത്താക്കിയാൽ, പിന്നെ അവിടെ ഇതാക്കിയാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നു. നബി സാഹചര്യം പറഞ്ഞു, അല്ലല്ല, നീ ക്ഷമിക്കണം, നീ ക്ഷമിക്കണം. എത്ര വരെ? ഹൗദിൽ എന്നെ കണ്ടെത്തുന്നത് വരെ. എവിടെ? ഹൗദുൽ കൗസറിന് തരുന്ന വരെ ക്ഷമിക്കണം. ജീവിതത്തിൽ ഇത് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. സബർ, ഈ ഗുണങ്ങൾ നമ്മൾ ആലോചിക്കണേ ഇല്ല. ഈമാൻ എന്ന് പറഞ്ഞത് വെറും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഒരു ഫ്രെയിം മാത്രമാണ്. ഈമാൻ എന്ന് പറഞ്ഞത് അതിലേക്ക് കുറേ സിഫാത്തുകളുടെ മജ്മുഅാണ്. കുറേ സിഫാത്തുകൾ കൂടുമ്പോഴാണ് എന്താവുന്നത്? അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ,
ഒരു നമസ്കാരത്തിൽ ഭയഭക്തിയിലാണ്. അവിടെ തന്നെ കുറേ ഗുണങ്ങൾ, 8-10 ഗുണങ്ങൾ അവിടെ പറയും. ആ ഗുണം ഉണ്ടാകുന്ന ആളാണ് മുഅ്മിൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 5 ഗുണം അവിടെയും പറയുന്നത്. ഈ 5 ഉണ്ടാകുമ്പോൾ അവനാണ് മുഅ്മിൻ. നമ്മൾ വിചാരിച്ചത് കെലിമല്ലി ഇങ്ങനെ മുഅ്മിനാണ് എന്ന് പറഞ്ഞ് ചെറിയ നിസ്കാരം കൊണ്ടുവരുന്ന ഇല്ലല്ല. ഈ ഗുണങ്ങൾ ഉണ്ടാക്കലാണ് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതങ്ങോട്ട് പൂർത്തിയായി അവർക്ക് ചെന്നാൽ പിന്നെ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ വിചാരിക്കണതൊക്കെ അവിടെ, നിങ്ങൾ വിചാരിക്കണതൊക്കെ അവിടെ തീർന്നു പോകില്ല ജീവിതം. അതുകൊണ്ട് നഫ്സിന്റെ തസ്കിയത്ത്, അതിന്റെ സംസ്കരണം ഭയങ്കര ആവശ്യമാണ്. അതിന്റെ തർബിയത്തിന്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. സഹാബാക്കൾ എന്ത് കുറവുകൾ എവിടെയെങ്കിലും തോന്നിയാലും നബി സാധനങ്ങൾ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ ഉണർത്തിക്കൊണ്ടേയിരിക്കും, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും, അവരെ കഴിവ് ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കും. ഈ തസ്കിയത്ത് നടന്നുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സഹോദരന്മാരെ, സ്നേഹന്മാരെ, ദുനിയാവിൽ അത്ര തിന്മകളുടെ പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആര് പോയാലും അവന്റെ മേലെ പൊടിയോ. ഒരു കട്ടറോട്ട് കൂടെ ഒരു വലിയ ജീപ്പട് പോയി ഭയങ്കര സ്പീഡിൽ പൊടി ഇങ്ങനെ പോകാറുണ്ടാവും. അതിൽ വെള്ള ചുപ്പട്ടോന്റെയും കറുത്ത ചുപ്പട്ടോന്റെയും മഞ്ഞ ചുപ്പട്ടോ എല്ലാവരും മേലും പൊടിയാവും. ഇതേപോലെ ബാത്തിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പൊടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കാണ് കഴിയുക? പക്ഷെ ഈ പൊടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചത്. തങ്ങൾ ചെയ്തത് ഏറ്റവും ഉയർന്ന പരിശ്രമമാണ്. ദഅവത്തിന്റെ പരിശ്രമത്തിന് നമ്മൾ മാമൂലിനെ സംഭവോ. ഇതൊരു മാമൂലി പണിയാണെന്ന് വിചാരിക്കരുത്. ഇതിൽ മുഴുവൻ സാധനം ഉൾക്കൊണ്ടിട്ടുണ്ട്. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു കർറ ചെയ്യുമാറാവട്ടെ, ഖാൻദാൻ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് ചെയ്യാത്ത ബാക്കി ഉലമാക്കൾ, ബാക്കി മശായിഖന്മാർ ചെയ്യാത്ത ഏറ്റവും വലിയൊരു കാര്യം എന്താ ചെയ്തതെന്ന് അറിയോ? ഏറ്റവും വലിയ നമ്മൾ വിചാരിക്കും ദീന്റെ പരിശ്രമം മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി നടന്നു തുടങ്ങിയതാണ്. അല്ലല്ല, അതിന് മുമ്പേ പരിശ്രമങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മഹദൂദായിരുന്നു. മഹദൂദ് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ പരിമിതമായി കിടക്കുന്നുണ്ടായിരുന്നു. റഷീദ് അഹ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ശൈഖായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ കാലത്തൊക്കെ അലക്കുന്ന ഏരിയകൾ ഉണ്ടാവും, അലക്ക് സ്ഥലങ്ങൾ. നിങ്ങൾക്ക് കോഴിക്കോടുകാർക്ക് അറിയാം, മാനാഞ്ചിറയിൽ ഒരു അലക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കയറിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് നമ്മളിങ്ങനെ കാണില്ലേ ചെറിയ പഴയ കാലത്തൊക്കെ പോകുമ്പോൾ. അവിടെ അലക്കി ഹോസ്പിറ്റലിന്റെ വീർപ്പ് മറ്റുള്ളതൊക്കെ ഇങ്ങനെ വിരിച്ചിരുന്നത് കാണാം. അലക്കിന്റെ സ്ഥലം ഉണ്ടാവും. ഇതേപോലെ അന്ന് അലക്ക് സ്ഥലത്ത് റഷീദ് അഹ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കാലഘട്ടത്തിൽ അലക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ അലക്കുമായിരുന്നു. അലക്കുമ്പോൾ അവരിങ്ങനെ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഈണത്തിലായിരുന്നു അലക്കിയിരുന്നത്. പറഞ്ഞ മനസ്സിലാണ്ടാവും. അത്ര അള്ളാഹുവിന്റെ സ്മരണയിൽ നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് റഷീദ് അഹ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്ത കുറച്ച് ആളുകളുടെ ആ ഒരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ടാവും. ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്ത പരിശ്രമം എന്താണെന്ന് പറഞ്ഞാൽ ഉമൂമിയായ നിലയിൽ അത് തുറന്നു വിട്ടു. എല്ലാവർക്കും തർബിയത്തും തസ്കിയത്തും ഉണ്ടാവാനുള്ള ഒരു വഴി ചാലുവാക്കി. അതിൽ ഇന്നലെ വരെ കള്ളുപിടിച്ചവന്, മിഞ്ഞാന്ന് വരെ തിന്മ ചെയ്തവന്, ഗഫ്ലത്തിലായി ജീവിച്ചവന്, അവരൊക്കെ ഈ വഴിക്ക് എപ്പോഴും കാണാം. അങ്ങനത്തെ ഉമൂമിയായ വഴി. അതാണ് സത്യത്തിൽ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. എന്തെങ്കിലും നിബന്ധനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും എത്തിയിട്ടാവില്ല. ഉമൂമിയായ നിലയിൽ ഏത് അങ്ങാടിയിൽ നിന്ന് കിട്ടിയോ എനിക്ക് പള്ളിക്ക് കൊണ്ടുവരാം, അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ഉമൂമിയായ മേഖല. ഇതിൽ വലിയ തസ്കിയത്തുണ്ട്, ഇതിൽ വലിയ തർബിയത്തുണ്ട്. നമുക്ക് ഇതിന്റെ തർബിയത്ത് അറിയില്ല. ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് എനിക്ക് ബുഖാരിയൊക്കെ പഠിപ്പിച്ച ദൈവത്തിന്റെ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ, മനുഷ്യനല്ല പല അവസ്ഥകളുണ്ടാവും. ഞാൻ ഉസ്താദിനോട് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഒരു ഫിക്റും ഇല്ല, ഒരു നിസ്കാരത്തിൽ നമ്മൾ വിചാരിച്ച സാധനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ
ഞാൻ എന്നിട്ട് ചോദിക്കുന്നത് ഇതാണ്, എവിടെയെങ്കിലും ഒരു ബയ്യത്തൊക്കെ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഷെയ്ഖിനെ കണ്ട് ഒരു ദിക്റൊക്കെ വാങ്ങി അങ്ങനെ എനിക്ക് പറ്റുമോ എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യമാണ് എൻ്റെത്. അപ്പം എന്നെ കറക്റ്റ് അറിഞ്ഞോളൂ ഉസ്താദ് പറഞ്ഞു, നീ ഓൾറെഡി ബയ്യത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആര് ബയ്യത്തൊന്നും ചെയ്തില്ല, അതൊക്കെ കഴിഞ്ഞാണ്. ഞാൻ ആരെ ബയ്യത്ത് ചെയ്തു? മൂലാനില്ല സബ്രഹ്മയുടെ ആ തെരീക്കയിലാണെങ്കിൽ ഉള്ളത് എൻ്റെ ബയ്യത്ത് അത് തന്നെയാണ്. ഈ ജവാന്തിലൊക്കെ പുറപ്പെട്ടോടുകൂടി എന്താണ് അതിലുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇതിനേക്കാൾ നല്ലൊരു സാധനം നിങ്ങൾക്ക് കിട്ടാനില്ല, എനിക്ക് അറിയാനിട്ടാണത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ തെസ്കിയത്ത് എന്നൊക്കെ പറഞ്ഞവരോട് തെസ്കിയത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ഒരു ഭാഗം ഇങ്ങനെ സൂറത്ത് നൂറിന്റെ ഭാഗം ഇങ്ങനെ പുസ്തകം ഇങ്ങനെ ഓതി നിന്നോട് പറഞ്ഞ ബാക്കി ഓതുകയാണ്. ഞാൻ കുറച്ച് കാരനൊക്കെ ഇങ്ങനെ ഓതി ഇങ്ങനെ കൊടുത്തു. അപ്പൊ അതിലൊരു ഭാഗമുണ്ട്, لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها. നിങ്ങളെ വീടല്ലാത്ത വേറെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ അനുവാദം വാങ്ങാതെ സലാം ചെല്ലാതെ എന്ത് ചെയ്യരുത്, അവിടെ പ്രവേശിക്കരുത്. സലാം ചെല്ലണം ആ വീട്ടിൽ കയറണമെങ്കിൽ, വേറെ ആളെ വീട്ടിൽ പോകണം, അനുവാദം വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓതി, എന്നിട്ട് പിന്നോട് ബാക്കി ഓതി കേട്ടത്. അങ്ങനെ ഓതി ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗമുണ്ട്, ഫൈൻ ഖീലലക്കും, ഇനി നിങ്ങളോട് പറയപ്പെട്ടാൽ, ഫൈൻ ഖീലലക്കും ഫൈൻ ഖീലലക്കും ഉർജിഉ ഫർജിഉ, ഇനി നിങ്ങളോട് പറയപ്പെട്ടാൽ ഒരു വീട്ടിൽ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഫൈൻ ഖീലലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ ഫർജിഉ ഇർജിഉ നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി എന്ന് പറഞ്ഞാൽ ഫർജിഉ നിങ്ങൾ അവിടുന്ന് മടങ്ങിക്കോളി, ഹുവ അസ്കാ ലക്കും. അവിടെ അങ്ങനെ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പറയും ഹുവ അസ്കാ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും തസ്കിയത്താണ്. നീ അതല്ല ചോദിച്ചത് ചോദിച്ചു. അപ്പൊ ഞാൻ അതന്നെ ഇവനോട് പറഞ്ഞു മുലാഖാത്തിന് പോവുക. എന്നൊരു വീട്ടുകാർ പറയും ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നെ ആട്ടും. ആ ആട്ടിട്ട് നീ മടങ്ങി വരുമ്പോൾ നിനക്ക് എന്തുണ്ടാവും, നിനക്ക് തസ്കിയത്തുണ്ടാവും. അതാണ് ഖുർആനാ പറഞ്ഞത്. സത്യത്തിൽ അമൃതൊക്കെ എപ്പോഴും ഓതുന്നതാണ്. ഞാൻ കുറേ ആലോചിച്ചു. എന്നോട് പറഞ്ഞു ഇത് ഫുൾ ഇതിലുണ്ട്, നിന്നോട് പറഞ്ഞ കാര്യം കൃത്യമായി വൃത്തിയായി ചെയ്താൽ മതി. നമ്മളോട് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യൂല. ഹർ ഗർ ഹർ ഫർദ് എന്നറിയില്ലേ, നമ്മളെപ്പോഴും ചായ കൊടുത്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യല് പോലെ. അവിടെ നമുക്ക് മുലാഖാത്തിന്റെ ഒരു തസ്കിയത്തും കിട്ടില്ല. നമ്മളിങ്ങനെ അവിടെ പോകും, ചായ കുറിച്ച് വർത്താനൊക്കെ പറയും, നമ്മളോട് പോരും. രണ്ട് ചീത്തകൾ കേട്ടോട്ടെ റെഡിയാവും. ആവൂല വൈ പള്ളിയിൽ ഗ്യാസ് ഫുൾ സെറ്റപ്പ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇന്നിപ്പോ പഴയ ആൾക്കാർ പറയും പഴയ ചില്ലൊന്നും ഗുണം ഇല്ല, പഴയ 3 ദിവസത്തിന്റെ ഗുണമൊന്നും ചില്ലയിൽ കിട്ടില്ല എന്ന് പറയും. സംഭവം എന്താ അറിയോ, അന്ന് ഫുള്ള് പ്രശ്നമാണ്. ഗ്യാസ് ഇല്ല, സ്റ്റൗ ഇല്ല, ഒരു പരിപാടിയില്ല. മണ്ണെണ്ണൊക്കെ നടന്നിങ്ങനെ വാങ്ങണം, പിന്നെ ഇങ്ങനെ കുത്തണം കരണ്ട് പോവാന്. ഒരു സൈഡിൽ വരാന്തരൊക്കെ വെച്ചിട്ടുണ്ടാകുക, തട്ടൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടാവും. ഇന്നിവിടെ കട്ട് ചെയ്യാൻ കട്ടിംഗ് ബോർഡ്, കത്തി വെക്കാനുള്ള സ്ഥലം, തിരിക്കാൻ പൈപ്പ്, മറ്റേ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ നന്നാക്കി മെനക്കെട്ട് അധ്വാനിച്ചപ്പോൾ കാലം. ഇന്ന് നമ്മൾ ഭയങ്കര സെറ്റപ്പിലായി. അവിടെ മർക്കസ് ടു മർക്കസ് ആണെന്ന് റൂട്ട്, മർക്കസ് ടു മർക്കസ്. അതിന് 2 പുതിയ ആൾക്കാരെ കൊണ്ടുവരും ചെയ്യും. ഇതിലെന്താ പറയല്, പുതിയ ആളുള്ളതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ 2 കൊണ്ട് ബാക്കി 9 4 മാസം കരയും. 2 പുതിയ ഉണ്ടാവും. പഴയ കാലത്ത് പുതിയത് പഴയതൊന്നുമില്ല, എല്ലാവരും പോയാലാണ്. ചീത്ത കേൾക്കുമ്പോൾ എന്തായാലാണ് എന്താ പത്രമില്ല ചീത്തയൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ട് മോബിനായ്മ റെഡി ആയാലാണ്, മോബിനായിൽ ഉറച്ചു നിൽക്കലാണ്. സത്യത്തിൽ വലിയ സാധനമാണ്. എത്ര ചീത്തയ്ക്കും പള്ളിയിൽ ഇങ്ങനെ മുന്നിൽ എത്തിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഇമാമ് ചിലപ്പോൾ ചെറിയ തസ്കിയത്തിന്റെ മരുന്നെത്തിക്കലുണ്ട്. അതാണ് സത്യം എന്ന് വലിയ സംഭവമായിട്ട് പറയുന്നത്. ആൾക്കാരുടെ ഉണ്ടാവും, അത് ചെറിയതാണ് പറയുന്നത്. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം നമ്മൾ, ഞാൻ അതായി പറഞ്ഞു വരുന്നത്, ഇതൊരു തസ്കിയത്തിന്റെ അമലായിട്ട് മനസ്സിലാക്കി. ഇത് എങ്ങനെങ്കിലും ഒരു ഗസ്റ്റ് ചെയ്താൽ അള്ളാഹു ആ കൂലി തരും. 3 ദിവസം പോയാൽ ഈ കൂലി തരും എന്ന് പറഞ്ഞ് ആ കൂലി മാത്രം വാങ്ങി വെച്ചിട്ട് പോരുന്ന പരിപാടി നമ്മളില്ലേ. ചില ആൾക്കാരെന്താ വിചാരിച്ചാൽ ജമാഅത്ത് പുറപ്പെടുക പറഞ്ഞാൽ ഭാര്യമാരെ വിട്ടിക്കുക എന്നാണ്. വേറെ എല്ലാ പണിയെടുക്കാം, ഏത് കല്യാണത്തിന് കൂടാ,
വീട്ടിലെ കണക്ക് നോക്കാം, പേരേക്ക് പോയിട്ട് ഭയ അങ്ങനെ ഭാര്യൻ്റെത് മാത്രം പിടിക്കാനുള്ള പരിശ്രമമല്ലത്, ദുനിയാവെന്ന് തൽക്കാലത്തേക്ക് പിടിക്കാനുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് നമ്മളെ വലിയ ഫോണുണ്ട്, നമ്മൾ അവിടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, അവിടെ തന്നെ നമ്മൾ കണക്കയച്ചു കൊടുക്കും, അവിടെ തന്നെ ഫുൾ പരിപാടി. ഇവിടെ സ്റ്റാഫിനത്തെ കൊണ്ടുവന്ന് വോയിസ് ഇടും, നമ്മളെ തിരിച്ചു വോയിസ് ഇടും, അങ്ങനെ എല്ലാ പണിയും നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ കോലങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മളെ ശൈത്താൻ വേറെ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകും. വെറുതെ വഫലത്തിലേക്ക് വരാം. ശൈത്താനും അറിയാം ഇവര് ഈ കോലത്തിൽ ഇങ്ങനെ നിന്നാൽ മതി, ഇവർക്ക് ഭയങ്കര സമാധാനമാണ്. നമ്മളിതിന് പേര് ഷർട്ടൊക്കെ ഇട്ടാളാ നോക്കിയിട്ടാണ് എഴുത്തായിട്ടൊക്കെ കഥ, ഇതിൽ താടി അടിച്ചവനെ കണ്ടവരെ എഴുത്തവന്റെ കഥ, അവനൊക്കെ രക്ഷപ്പെടും. ആലോചിക്കാം കാരണം നമുക്ക് താടി വലിയ മുടക്കില്ലാതെ വന്നതാണ്, ജുബ്ബ നമ്മൾ ഇട്ടതാണ്. ഈ സാധനത്തിന്റെ മേൽ പണിയെടുത്തില്ലെങ്കിൽ നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മെഹനത്തിന്റെ മൈതാനം ഖുലൂബുന്നാസായി, മനുഷ്യ ഹൃദയങ്ങളായി. സഹാബാക്കൾ തർബിയത്ത് ചെയ്തു, തസ്കിയത്ത് ചെയ്തു, മാഷാ അല്ലാഹ് ലോകത്തെ ഏറ്റവും ഉന്നതരായി. ഈ പണി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി ഗഫലത്തിലായി. അല്ലാഹ് കാക്കട്ടെ. മറ്റു നമ്മളെ ഈ കോലങ്ങൾ കെട്ടിക്കും, തോബക്കും കൂടി ചിലപ്പോൾ നമുക്ക് അവസരം ഉണ്ടല്ലോ. അങ്ങനെ പ്രശ്നത്തിന് തോബക്കും കൂടി അവസരം ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് തോബയ്ക്ക് ചെയ്യും, പക്ഷേ ഞാൻ മോശക്കാരനാണെന്നെങ്കിൽ നമ്മൾ കറക്റ്റ് നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അവസ്ഥത്തിലുള്ളത് കാരണം ദുനിയാവും മറച്ചും കയറിക്കൂടിയ പിന്നെ എങ്ങനെ അതിന്റെ മുകളിൽ നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? അതുകൊണ്ട് സാഹിബ് സിനിമയുടെ ദീനിന്റെ ദാവത്തിന്റെ മുബാറക്കായി പരിശ്രമം നമ്മൾ തസ്കിയത്തിനുള്ളതാണ്, നമ്മൾ ആഖിറത്തിലേക്ക് റെഡിയാക്കാനുള്ളതാണ്, ആഖിറത്തിലേക്ക് തയ്യാറാവാനുള്ളതാണ്. ആഖിറം അത് വളരെ അടുത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിലുണ്ട്, മൻ അഹബ്ബ ദുനിയാഹു അവർറ ബിആഖിറതിഹി വമൻ അഹബ്ബ ആഖിറതഹു അവർറ ബിദുനിയാഹു ഫആഖിറു മാ യബ്ഖാ അലാ മാ യഫ്നാ. മൻ അഹബ്ബ ദുനിയ, ആരെങ്കിലും ഒരാളെ ദുനിയാവിനെ അയാൾ ഇഷ്ടപ്പെട്ടാൽ അവർറ ബിആഖിറതി, അവന്റെ ആഖിറത്തിൽ അതിൻ്റെതായ കേടുകൾ ഉണ്ടാവും. വമൻ അഹബ്ബ ആഖിറതഹു, ആരെങ്കിലും ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാലോ അവർറ ബിദുനിയ, അതിൻ്റെതായ കേടുകൾ ദുനിയാവിലും ഉണ്ടാവും. ആര് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആഖിറത്തിന് അതിൻ്റെതായ കേടുകൾ ഉണ്ടാവും. നിങ്ങൾ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാലോ അതിൻ്റെതായ കേട് എന്തിനുണ്ടാവും? അറിവായി ദുനിയാവിനുണ്ടാവും. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് നിർത്തിയിട്ട് നമ്മളോട് പറയും, നിങ്ങൾ തെരഞ്ഞെടുത്തോളി, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ കാര്യം. നിങ്ങൾ മുൻഗണന നൽകി, നിങ്ങൾ പരിഗണന നൽകി, ഈസാർ ചെയ്യും. നശിച്ചു പോകുന്നതിനെ വിട്ട് എന്നൊന്നും നിലനിൽക്കുന്നതിനെ നിങ്ങൾ തെരഞ്ഞെടുത്തോളീന്. ആഖിറത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളി. ദുനിയാവിന് ചെറിയ ചെറിയ അല്ലാത്ത നഷ്ടമൊക്കെ ഉണ്ടാവും, അവൻ സാരമില്ല. കാരണം അത് ആഖിറത്തിൽ എത്തുമ്പോൾ പരിഹരിക്കപ്പെട്ടോളൂ. ദുനിയാവിലെ സുഖങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ മുൻഗണന ചെയ്തു വരുമ്പോഴേക്കും ശൈത്താൻ നമുക്ക് ദുനിയാവിന്റെ വലിയ വലിയ നഷ്ടങ്ങൾ കാണിച്ചു തരും. വലിയ നഷ്ടമായി കാണിച്ചു തരുന്ന പറഞ്ഞാൽ ഇപ്പൊ ചെറിയ രാഷ്ട്രത്തിനെ വലുതാക്കണമെങ്കിൽ അതിന് പറ്റിയ ലെൻസാണ് വെച്ചു കൊടുത്താൽ മതി, വലിയ അക്ഷരമായിട്ട് കാണും. സത്യത്തിൽ അതിന് ചെറിയ അക്ഷരമാണ്, വെച്ചത് ലെൻസാണ്, അവിടെ വലിയ അക്ഷരമായിട്ട് കാണും. ഇതേപോലെ ചെറിയ കേട് ആഖിറത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കേടായി. മൊത്തം ദുനിയാവ് പോയാലും ഒരാൾക്ക് ആഖിറം കിട്ടിയാൽ അയാൾ ലാഭമാണ്. കാരണം ആഖിറം തീരൂല. ആഖിറത്തിൽ ആരും സഹായിക്കാനില്ല. ദുനിയാവിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പെങ്കിലും ചെയ്യും. ആഖിറത്തിൽ ആരാണ് ഹെൽപ്പ് ചെയ്യുക? ആഖിറത്തിന്റെ പിക്ചർ നമ്മളെ കൈമേൽ വളരെ കുറവാണ്. ഖബറിൽ സുആൽ മാത്രമേ ഉള്ളൂ, ചോദ്യം. അവിടെ വിചാരണയില്ല, ഹിസാബില്ല. ആഖിറത്തിൽ എന്നുവെച്ചാൽ ഖബറിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മഹ്ശറ, അവിടെ ഹിസാബുണ്ട്. ആരും സഹായിക്കാൻ പറ്റില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ എന്നൊക്കെ പറഞ്ഞ ഒരു ശുപാർശകന്റെ ശുപാർശയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരു സ്ഥലം മഹ്ശറ. ആരും നന്മയും കൂടി തരൂല. വലാ യുസ്അലു ഹമീമുൻ ഹമീമ, അത് ഏറ്റവും അടുത്ത ജിഗർ ദോസ്ത്,
കരളിന്റെ കഷ്ണങ്ങൾ മറ്റാളോട് ചോദിക്കൂല, അവരെ കുറിച്ച് ചോദിക്കൂല, ചോദിക്കപ്പെടൂല എവിടെ അയാളെന്ന് ചോദിക്കപ്പോലെ. ഹമീമുൻ ഹമീമ, വളരെ അടുത്താളെ പറ്റി ചോദിക്കൂല മശറയിൽ. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവിടെ കുടുംബബന്ധമില്ല, അവിടെ ആരും ആരെ പറ്റി ചോദിക്കൂല. ഭാര്യനെ പറ്റി ഭർത്താവ് മശറയിൽ ചോദിക്കേയില്ല, ഭാര്യ ഭർത്താവിനെ പറ്റി ചോദിക്കൂല, ഉമ്മ മകനെ പറ്റി ചോദിക്കൂല, മകൻ ഉമ്മനെ പറ്റി ചോദിക്കൂല. ഇത് അല്ലാഹു പറയണം, ആ സ്ഥലം അങ്ങനത്തെ സ്ഥലം മശറ. ആരും ആരെ പറ്റി ചോദിക്കൂല, കാരണം എല്ലാവർക്കും അവരവരെ പറ്റിയുള്ള ഭയമായിരിക്കും. പിന്നെ ചോദിക്കുന്ന സ്ഥലം സ്വർഗത്തിലെത്തിയാലാണ്. സ്വർഗത്തിലെത്തിയാൽ എവിടെന്റെ ഭാര്യ, എവിടെന്റെ മകന്, എവിടെന്റെ ഉമ്മ, എവിടെന്റെ വാപ്പ, അതൊക്കെ അന്വേഷിക്കും. കാരണം അത് സീറ്റൊക്കെ റെഡിയായി, ഇയാളെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, നീ ബാക്കിയുള്ളവരെ പറ്റി അന്വേഷിക്കാം. ഈ ഒരു ഒരു മർഹലകളാണ് മനുഷ്യർക്ക് കടന്നു കിടക്കാനുള്ളത്. ഖബർ, മഹ്ശറ, പിന്നെ ഹിസാബ് കിതാബ്, പിന്നെ ഇമ്മാഫിൽ ജന്നത്തി വ ഇമ്മാഫിൽ നാർ. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അത് പ്രവേശിപ്പിക്കപ്പെടും. അതോടുകൂടി ഈ ജീവിതത്തിന്റെ സുഖങ്ങളുടെ ആണെങ്കിൽ സുഖം, ദുഃഖത്തിന്റെ ആണ് ദുഃഖം, ആ ജീവിതമായി. പിന്നെ ഒരിക്കലും മരണമില്ല, ഒരിക്കലും മരണമില്ല. അപ്പൊ ദുനിയാവിൽ ഈ കുറഞ്ഞ കാലം, നമ്മളെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണോ ഇനി കുറയണ്ടോ? ഇപ്പൊ ഇതിൽ 40, 50, 60 ഒക്കെ കഴിഞ്ഞ ആൾക്ക് ഇനി എന്താ ദുനിയാവ് ഉണ്ടാകുക? നിങ്ങൾ ആലോചിക്കുക, ഇനി എന്താ ദുനിയാവ് ഉണ്ടാകുക? നിങ്ങൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കി, ഇനി എന്താ നമുക്ക് ദുനിയാവ് ഉണ്ടാകുക? ഇപ്പോൾ നമ്മൾ ദുനിയാവ് പറയുമ്പോൾ 50 കൊല്ലം എന്ന് പറയുമ്പോൾ പിന്നെയും വിചാരിക്കുകയാണ് ഇനി എത്ര കിട്ടും. 50 വയസ്സായ ആളിന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നറിയോ? ഇനി ഒരു 50 കൂടി കിട്ടുന്നു. എവിടെ 50 കിട്ടുന്നു? ഞാൻ ഇപ്പൊ കിട്ടിയാൽ 50ന്റെ കഥ എന്താണ്? ഞാനിപ്പോ അടുത്ത സമയത്ത് ഇങ്ങനെ ആലോചിച്ചു. കുറെ രോഗികളെ കാണാൻ വേണ്ടി പോയി, ICU അവിടെ ഇവിടെയൊക്കെ. വീട്ടിലൊക്കെ പോയപ്പോ 80, 82 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നല് ഈ സാധു മരിക്കലാണ് നല്ലത്. കാരണം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, വിചാരിച്ച സ്ഥലത്തേക്ക് ബാത്റൂമൊക്കെ കൂടി എന്താ പറ്റില്ല, നടക്കാനും പറ്റില്ല. പിന്നിപ്പോ എന്തിനാകത്തെ ജീവിക്കണം? നിങ്ങൾ ആലോചിക്കും. നമ്മൾ ഈ പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞത് ഈ കുറെ 80 എന്നൊക്കെ നമ്മളങ്ങനെ വിചാരിക്കണം. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കും. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിയും കുറെ ഉണ്ടെന്ന് വിചാരിച്ച് ഇനിയും പോവാൻ. നിബിധ ശാസ്ത്രങ്ങൾ നമ്മളോടാണ് പറഞ്ഞത്, ആരെങ്കിലും അവനവന്റെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് കൂടുകയാണെങ്കിൽ അവന്റെ ആഖിറത്തിൽ ഉറപ്പായിട്ട് കേടുപാടുകൾ സംഭവിക്കും. ആരെങ്കിലും അവൻ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിന് എന്തായാലും കേടുണ്ടാവും. ഒരാൾ അള്ളാന്റെ മാർഗ്ഗത്തിൽ പുറപ്പെട്ടാൽ അതിന്റെ കേടുപാടുകൾ എന്തായാലും ഉണ്ടാവും. ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട, അത് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുത്തോടെ എന്തിനു നിൽക്കണം? ദുനിയാവിന്റെ കേടുപാടുകൾ ഉണ്ടാവുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് ആഖിറം കേടുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നത്? എന്നോടി ആഖിറത്തിന്റെ ആവശ്യം വരുന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് നബിതന്റെ സഹവാസങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഫാസിറു, നമ്മളോട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നശിച്ചു പോകുന്നതിനെ വിട്ടിട്ട് നിലനിൽക്കുന്നതിനെ തെരഞ്ഞെടുത്തോളി, നിലനിൽക്കുന്നതിനെ തെരഞ്ഞെടുത്തോളി. അതുകൊണ്ട് സാധാരണന്മാരെ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കും. ലോകത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പം അവിടെ എന്താവും, ഇവിടെ എന്താവും, അങ്ങനെ എങ്ങനെ ആയാലും ഇങ്ങനെ ആവുമല്ലോ എന്നുള്ള കാഴ്ചപ്പാടിലൊക്കെയാണ് നമ്മൾ പോണത്. നമ്മൾ ഈ വാർത്തകളുടെ പിന്നിൽ ആരും പോകണ്ടോ? ഒരു കാര്യം നല്ലപോലെ കേട്ടുള്ളൂ, ഈ വാർത്തകളുടെ പിന്നിൽ പോകുന്നവരൊക്കെ അവർ ആഖിറത്തുനിന്ന് ഗഫ്ലത്തിലാവും. കാരണം ദുനിയാവിന്റെ താസ പുതിയ വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കണം ഓരോരുത്തരും. ഇപ്പൊ ഞാനിപ്പോ ഒരു വാർത്ത വായിക്കുന്ന ആളോ ഒരു ചാനൽ നടത്തുന്ന ആളാണെങ്കിൽ എനിക്ക് ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാൽ ഞാൻ ഇരുന്ന അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് കൂട്ടിയിട്ട് എന്റെ ഒരു കണക്കൂട്ടൽ ഉണ്ടാവും. അതാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. നമ്മളങ്ങനെ കേൾക്കും. അടുത്തവന്റെ കണക്കൂട്ടൽ ഓൻ പറഞ്ഞല്ലോ, അത് കേൾക്കൂട്ട് ഫുള്ള് കേട്ട് നമ്മളാകെ കണക്കൂട്ടല് തെറ്റി ആകെ ബേജാറിലാണ് ആൾക്കാരുള്ളത്, വെപ്രാളത്തിലാണ് ആൾക്കാരുള്ളത്, വെപ്രാളത്തിൽ. ഞാൻ എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ ഓരോ ചോദ്യം കേട്ടാൽ നമുക്ക് ബേജാറാവും. ഇനി പെരപ്പണി തുടങ്ങണം എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പെരപ്പണി തുടങ്ങണോ, ബിസിനസ് പുതിയത് അത് തുടങ്ങണോ, ഇല്ലെങ്കിൽ ഇനി ഇതിവിടെ തന്നെ നമ്മൾ ഫണ്ടായിട്ട് വെക്കണോ, എന്താ ചെയ്യുന്നത്? തീർന്നു.
വേറെ കുറെ ടീമുകൾ മഹദി വന്നിട്ടുണ്ടാവും. എല്ലാവരും അന്വേഷണം മഹദിയിലേക്കാണ്. ഞാൻ ഒരു ചോദിച്ചു, എന്തിനാ വൈകൾ മഹദിനെ കാത്തിക്കുന്നത്? മഹദി വന്നാൽ 3 ഒത്ത് നിസ്കരിച്ചാൽ മതിയോ? പറയും വൈ, നിങ്ങളൊന്ന് പറയും, 3 ഒത്ത് നിസ്കരിച്ചാൽ മതിയോ? സുബിയൊന്നും വേണ്ട, ആകെ 1 അസരമായിരിക്കും മതിയോ? ഹറാമൊക്കെ കാണാൻ പറ്റുമോ മഹദി എന്നാല്? പറയുവായി. മഹദി വന്നാലും നമ്മൾ ഈ എടുക്കേണ്ട പണി ഒന്ന് പറയുന്നത്, ഈ പണിയൊക്കെ അപ്പോൾ നമ്മൾ എടുക്കണം. മഹദി വന്നില്ലെങ്കിലും ഈ പണി, മഹദി വരാണ് വരട്ടെ, അപ്പൊ നോക്കാം. വന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് ഈ പണിയാണ് എടുക്കാറുള്ളത്. അവിടെ ആൾക്കാർ എന്താ വിചാരിച്ചാലോ, ചുളിവിൽ മഹദിപ്പടി വന്ന ഈ സംഘടനകളൊക്കെ ചേരുന്ന മാതിരി മൂപ്പരവിടെ ഒരു മെമ്പർഷിപ്പൊക്കെ വാങ്ങി, പിന്നെ നമ്മൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് അവിടെ നിന്ന് കാണാൻ നടക്കും. നടക്കൂല വൈ. മഹദിയൊക്കെ വന്ന വലിയ പ്രശ്നങ്ങളേക്കും ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഏത് ടീമിന്റെ കൂടെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മളൊക്കെ ദുനിയാവിനോട് കൊതിയുള്ള ആൾക്കാരാണ്. ദുനിയാവിലൊക്കെ ആക്ര കെട്ടി ചാടും. അതുകൊണ്ട് അതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട പണിയല്ല. ഇപ്പൊ വാർത്തകൾ കേട്ട് ആൾക്കാർ ബേജാറിലാണത്. ബൈ ആഖിറത്തിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് പോകാനുള്ളതാണ്. ഒരാളുടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിന് സ്വർഗ്ഗത്തോടാക്കും. ഓരോ സാധനങ്ങൾ വന്നാലും എൻ്റെ അടുത്തേക്ക് വരും. ഒരു മലയാളത്തിലൊരു ബുക്കുണ്ട് അയാളിൽ. ആ ബുക്ക് വായിക്കും, അതിൽ ഹദീസുകളുണ്ട്. എന്നിട്ട് പറയും, ഇതാ ഈ സംഭവം ആ സംഭവം കറക്റ്റല്ലേ? എന്നോട് ഇങ്ങനെ പറയും. അവിടുന്ന് കുറെ ആൾക്കാർ കറുത്ത തൽപ്പാവ് കെട്ടി ഏതൊരു നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്നു. അവനോട് ചോദിച്ചു, ഇപ്പൊ ഇത് കറക്റ്റല്ലേ? നമ്മൾ നോക്കില്ല, കറുത്ത തൽപ്പാവ് ഇതിങ്ങനെ ഞാൻ ഇതിലേ. കാരണം അദ്ദേഹം മഹദി എവിടെയുള്ളതെന്ന് അന്വേഷിച്ച് നടക്കണ. പക്ഷെ അദ്ദേഹം മരിച്ചു. കൊറോണ തുടങ്ങിയതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചു. പാവം നല്ല മനുഷ്യന്, നല്ല തെക്കുള്ള ദീനിയായി പഠിക്കണേ, രാത്രി താജൂസ് കേൾക്കുന്നേ, പ്രശ്നം നല്ല നിസ്കരിച്ച് അള്ളാനോട് വാങ്ങുന്ന ഒരാൾ എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ് അയാൾ. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായി. അദ്ദേഹത്തിന് ദീനിന്റെ ആവേശത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും ആലോചിക്കും, അദ്ദേഹം മരിച്ചു. കൊറോണ കഴിഞ്ഞിട്ട് എത്രയായി? ഇപ്പോഴും തീരുമാനമായില്ല. നമ്മളിങ്ങനെ നടക്കും. അതുകൊണ്ട് അതൊന്നും അല്ല അന്വേഷിക്കും. കൈമലുള്ളതുണ്ടല്ലോ, ഇത് ചെയ്യും. ഉമൂമിയായ നിലയിൽ മനുഷ്യർ നന്നാകുന്നതിന്റെ തെളിവാണ് ഈ ഇരിക്കുന്നത്. പുറത്തേക്ക് ഒരു തെളിവ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അതാണ്. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങൾക്കും വെള്ളത്തിക്കണ പണിയാണെന്ത്? ഇതിന്റെ ദാവത്തിന്റെ പരിശ്രമം. പാനി പോച്ചാന വെള്ളം കിട്ടിയാലേ ഇതിനൊക്കെ ജീവനുണ്ടാവുള്ളൂ. മാവിനും തെങ്ങിനും കവുങ്ങിനും ഒക്കെ. ഉമ്മത്തിലെ വ്യത്യസ്ത തബക്കയിലുള്ള ആൾക്കാർ അവര് ഈമാനികമായി വരാനുള്ള ഒരു ഉമ്മിയായ പരിശ്രമമാണ്. ഒരു ഉമ്മിയായ പരിശ്രമം. ഈ പരിശ്രമത്തിൽ നമ്മൾ കയറി ഇതിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി എന്നിട്ട് ദുനിയാവിന്റെ കുറവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? പറയും, കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ദീനിന്റെ പരിശ്രമം ചെയ്യാനുള്ള താമസം, മടി, അല്ലെങ്കിൽ പോണെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാത്തത് നമ്മളെ ദുനിയാവിനെന്തോ കേടുപാടുണ്ടായിട്ടാണ്. ഇന്നത്തെ കേടുപാട് നമുക്ക് വേഗം മനസ്സിലാവും. ദുനിയാവിന്റെ ആഖിറത്തിന്റെ കേടുപാട് എവിടുന്ന മനസ്സിലാവുക? ആഖിറത്തിൽ എത്തുമ്പോൾ അറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരൂലട്ടോ. ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരും. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തീരുന്നു, ഒന്നും തീരൂല. നമ്മൾ ദുനിയാവിനെ ശ്രദ്ധിച്ചു, ഒന്ന് കൈമൊന്നുണ്ടാവും, അങ്ങനെ ഒന്നും കൊടുക്കാൻ അതൊക്കെ തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് തീരൂല, എന്റെ ജീവിതമാണ് തീരാ, അതിനു മുമ്പായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാം.